ഡൈനോസറിന്റെ മടിയിലിരിക്കുന്ന ഋഷിക്കുട്ടൻ, അപ്പുറത്ത് വേറൊരു സാധനത്തിന്റെ മേളിലിരിക്കുന്ന ശ്വേത. കേറി കേറി പോകുന്ന കണ്ടോ ശ്വേത? ശരിയല്ല കേട്ടോ ഇതൊന്നും. കമോൺ കമോൺ. ഓ ഋഷി മറ്റേ ഫോർഡിന്റെ ട്രക്ക് ഓടിക്കാൻ പോകുന്നു. ഫോർഡിന്റെ ട്രക്ക്. ഇതാരാ? കൊള്ളാലോ. അങ്ങനെ ഋഷി ഓ കങ്കാരു ജമ്പെന്നും പറഞ്ഞിട്ട് കേറി പോകുന്നു മേപ്പോട്ട്. ശ്വേത അയാളെ സോപ്പിട്ടപ്പോഴത്തേക്കിനും അയാൾ നല്ല അടിപൊളിയായിട്ട് എന്തൊക്കെയോ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അവിടെ സൂംബ ഡാൻസ്, ഇവിടെ ബിരിയാണിയും. പെട്ടെന്ന് അടി പൊങ്ങിയത് ദൈവമേ. വെള്ളം കുടിക്കാതെ ചുണ്ടൊക്കെ പൊട്ടി ഗൈസ്. ക്യാമറയ്ക്ക് കൊടുത്തു ഓൾറെഡി. ഓ ഗൈസ്, ഒരു ബോട്ട് പറന്ന് പറന്ന് പോകുന്ന കണ്ടോ നോക്കി. ഇതാണ് ഇവിടുത്തെ സൂപ്പർ സ്പീഡിൽ പോകുന്ന ഹോങ്കോങ് വാട്ടർ ടാക്സി എന്ന് പറയുന്നത്. കണ്ടോ, ഹോങ്കോങ് നഗരത്തിൽ എല്ലാവരും ഫോട്ടോ എടുക്കാൻ വേണ്ടി വരുന്ന ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇത് എവിടെയായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ സിംഷാസുയിയുടെ ആ ഒരു ഹാർബർ ഏരിയയിലാണ് ഉള്ളത്. നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് കാർണിവലിൻ്റെ ഭാഗത്തേക്ക് പോകണം. കാർണിവൽ അപ്പുറത്തെ സൈഡിൽ അങ്ങ് ദൂരെ നമുക്ക് ഫെറസിലൊക്കെ കാണാം. ആ ഭാഗത്താണ് കാർണിവൽ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നൊരു ഫെറി എടുത്തിട്ട് വേണം നമുക്ക് അപ്പുറത്തേക്ക് പോകാനായിട്ട്. അപ്പോൾ എന്താ ഇവിടെ ബഹളം? വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ? വെള്ളത്തിൽ കൈയിടരുത് കേട്ടോ ഋഷി. ബാ നമുക്ക് വെള്ളത്തിൽ കളിക്കല്ല. കാർണിവലിന്റെ അവിടെ പോവാം. ബാ കമോൺ. ഫോണിൽ സംസാരിക്കുമായിരുന്നോ? ആരോടാ മിണ്ടിക്കൊണ്ടിരുന്നേ? ഫ്രണ്ടിനോടാണോ? എനിക്ക് വയ്യ. ശ്വേതാ യു വാസ് ടോക്കിംഗ് ടു ഹിസ് ഫ്രണ്ട്. മിസ്സിംഗ് ഹിം അല്ലേ? സ്കൂൾ മിസ് ചെയ്യുന്നുണ്ടോ? ഉണ്ടോ? ഡു യു മിസ് യുവർ സ്കൂൾ? ഡു യു വാണ്ട് ടു ഗോ ടു സ്കൂൾ? വേണ്ട. സ്കൂൾ മിസ് ചെയ്യുന്നുണ്ട്, പക്ഷെ സ്കൂളിൽ പോകണ്ട. ഞങ്ങൾ ആക്ച്വലി ഇവിടെ ലഞ്ച് കഴിക്കുന്നതിന് വേണ്ടി, ലഞ്ചല്ല ആക്ച്വലി ഈവനിങ് സ്നാക്ക് ആയി അല്ലേ, 4 മണിയാവുന്നു. കഴിക്കുന്നതിന് വേണ്ടി ഇവിടെ ആ ഒരു പിയറിനടുത്തുള്ള ഒരു സ്ഥലത്ത് വെയിറ്റിംഗ് ആണ്. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് റിവർ ക്രോസ് ചെയ്ത് പോകാനായിട്ട്. ഇത് ഇവിടുത്തെ ഒരു ടൂറിസ്റ്റിക് പ്ലേസ് ആണ്. പക്ഷേ ടൂറിസ്റ്റിക് പ്രൈസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ആയിരിക്കുമല്ലോ. സോ വി ഗോട്ട് സം ഫുഡ്. ആൾക്കാരൊക്കെ ഇവിടെ പുറത്തൊക്കെ ഇരുന്ന് ബിയറൊക്കെ വലിച്ച് ചില്ലായിട്ട് ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. നല്ല ഇപ്പോൾ ക്ലിയർ ആയുള്ള സ്കൈ കുറച്ചും കൂടെ അപ്പുറത്ത് നന്നായിട്ട് കാണാം വ്യക്തമായിട്ട്. ഞാൻ ആക്ച്വലി കുറച്ച് ബ്രിസ്ക്കറ്റ്സ് ആണ് വാങ്ങിച്ചത്. ഇത് എന്താ പറയുക, സ്ലോ കുക്ക്ഡ് ബ്രിസ്ക്കറ്റ്സ് എന്നാണ് എഴുതി വെച്ചിരുന്നത്. ശ്വേത ഹാസ് ഗോട്ട് എ വെജിറ്റേറിയൻ ബൗൾ. എന്തുപറ്റി? വെജിറ്റേറിയൻ അല്ലേ? ആ പിന്നെന്താ, അത് ഈ മറ്റേ സാധനം കഴിച്ചാൽ മതി. ഗ്ലോക്കമേല അതിൻ്റെ മേളിലിട്ട് കഴിച്ചാൽ മതി. കുഴപ്പമുണ്ടാവില്ല. വെജിറ്റേറിയൻ പറഞ്ഞപ്പോഴത്തേക്കിന് ഇച്ചിരി പച്ചക്കറി എല്ലാം കൂടെ പുഴുങ്ങിയിട്ട് വന്നിട്ടുണ്ട്. ഹലോ പോയി തക്കാളി വെച്ചത് എനിക്ക് ഇഷ്ടമുള്ള തക്കാളി, ബട്ട് ഇറ്റ്സ് യമ്മി. ഞാൻ പെട്ടു. ഈ ബ്രിസ്ക്കറ്റ് ഭയങ്കര ഹാർഡ്. ആ സ്മോക്ക് ടേസ്റ്റ് ഒക്കെയാണ്, പക്ഷെ ഭയങ്കര ഹാർഡ്. ഇവിടെ ഏതോ ഒരു ഡ്രമ്മർ ഈ വണ്ടിയുടെ മേളിലിരുന്ന് ഭയങ്കര പെർഫോമൻസാണ്. ഡ്രമ്മർ മാത്രമല്ല കേട്ടോ, അവരൊരു വലിയൊരു ടീമാണെന്ന് തോന്നുന്നു. എന്തൊക്കെ എക്യുപ്മെൻറ്റ്സ് ആയിരിക്കുന്നതെന്ന് നോക്കി. എന്തോരം പെട്ടികളല്ലേ. ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യണതിന് വലിയ ട്രക്ക് വേണ്ടി വരും. ഇതെല്ലാം കൂടെ കൊണ്ടുവരാനൊക്കെ അവരവിടുത്തെ പെർഫോമൻസാണ്. കുറച്ച് പേരൊക്കെ ഉണ്ടാവത്തെ. ഈ ബിൽഡിംഗ് ഉണ്ടോ, ഫുള്ള് ടൈൽസ് ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ് താഴെ വരെ. ഉണ്ടല്ലേ, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഇതിൻ്റെ ഞങ്ങളിപ്പോൾ ഇവിടുത്തെ ഇവിടുത്തെ ഒരു സിംഷാസുയി, പിന്നെ ഇവിടുത്തെ മെയിൻ ബസ് സ്റ്റോപ്പും പിന്നെ ജെട്ടി ഒക്കെ ഉള്ള ആ ഒരു സ്ഥലത്തേക്ക് എത്തി. ഇവിടെ നിന്നാണ് നമുക്ക് ഇതെടുക്കേണ്ടത്, എന്താണ് ബോട്ട് എടുക്കേണ്ടത്. പക്ഷേ ബോട്ട് എടുക്കുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു ഒക്ടോപ്പസ് കാർഡ് വാങ്ങണം. ഈ ഒക്ടോപ്പസ് കാർഡ് എന്ന് പറയുന്ന സംഭവമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം 7-Eleven നോക്കിയിട്ട് എനിക്കത് കിട്ടിയില്ല. അത് നമ്മുടെ ഇവിടുത്തെ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ളൊരു കാർഡാണ്. അത് ഉണ്ടെങ്കിൽ നമുക്ക് ബസ്സും ടാക്സിയും എല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ കൊച്ചി മെട്രോയുടെ കാർഡൊക്കെ ഇല്ലേ, അതേപോലെ തന്നെ ഉള്ളൊരു കാർഡാണ്. ആ കാർഡ് ടൂറിസ്റ്റുകൾക്ക് വാങ്ങിക്കാൻ പറ്റും, ഇവിടെ റെസിഡൻസിന് വാങ്ങിക്കാൻ പറ്റും. റെസിഡൻസിന് അത് എന്താ പറയുക, നമ്മുടെ ബാങ്ക് കാർഡ് പോലെയൊക്കെ യൂസ് ചെയ്യാം. ഇങ്ങനെ ഇപ്പോഴും ഒരു പ്രാവിനെ കണ്ടാലും വിടത്തില്ല കേട്ടോ, അതിൻ്റെ പുറകെ പോകും. പ്രാവ് കാക്കാന്നൊക്കെ പറഞ്ഞു. ആക്ച്വലി ഒക്ടോപ്പസ് കാർഡ് നിങ്ങൾക്ക് ഒക്ടോപ്പസിൻ്റെ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ഫോണിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ ഋഷിയും കൂടെ ഉള്ളതുകൊണ്ട് ഒരു ഫോണിൽ ഒരു കാർഡേ പറ്റുള്ളൂ. കിഡ്സ് എങ്ങനെയാണ് ആഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് കണ്ടിട്ട് മനസ്സിലായില്ല. സോ ഫിസിക്കൽ കാർഡ് വാങ്ങാമെന്ന് വിചാരിച്ചു. എന്ത് തിരക്കല്ലേ ഇവിടെ, എന്തോരോ ആൾക്കാരാണ് ഇങ്ങനെ നടക്കുന്നതെന്ന് നോക്കി. എന്തുവാ ശ്വേത, ഇവരൊക്കെ എവിടെ നിന്ന് വരുന്നതായിരിക്കും? ഇത്രയും ആൾക്കാർ ഇവിടെ ഉണ്ടാവുമോ? ഈ ഹോങ്കോങ്ങിൽ വരുന്ന പകുതി ആൾക്കാരും ഈ പറഞ്ഞ പോലെ വിസിറ്റേഴ്സ് ആയിട്ട് വരുന്ന ആൾക്കാരാണ് നമ്മളെ പോലെ തന്നെ. എത്ര ക്രൗഡാണെന്ന് നോക്കിയല്ലേ. ഇന്ത്യക്കാരും ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. കണ്ടില്ല, അവിടെ ഇവിടെ ഇഷ്ടം പോലെ. നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്
എത്ര ഇന്ത്യക്കാരുണ്ടായിരുന്നു? ഇഷ്ടംപോലെ ഇന്ത്യക്കാരുണ്ട്. ഇന്ത്യൻ ഫുഡും ഉണ്ടായിരുന്നു. ഇന്ത്യൻ ഫുഡ് വരെ ഉണ്ടായിരുന്നു അവിടെ എല്ലായിടത്തും. ഞങ്ങൾ ഹോൾഡിങ്ങിൽ താമസിക്കുന്നത്, അവിടെ ഇന്ത്യൻ ഫുഡ് വരെ ഉണ്ടായിരുന്നു. നമ്മൾ ബോട്ടിൽ കയറാൻ പോവാ. ഭയങ്കര രസമാട്ടോ, ഭയങ്കര ഭംഗിയാണ് ശരിക്കും. ഇതിപ്പോൾ വിൻ്ററാണേ. വിൻ്ററിൽ നമുക്ക് ഇവിടെ ഇത്രയും ഭംഗിയാണെന്നുണ്ടെങ്കിൽ സമ്മറിൽ എങ്ങനെ ആയിരിക്കും? സമ്മറിൽ കുറച്ച് ചൂടുണ്ടാവും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ വിൻ്ററാണ് ബെസ്റ്റ് സമയം. പിന്നെ മഴക്കാലമുണ്ട്. മഴക്കാലത്ത് വന്നു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ ടു ഡു എനിത്തിങ്. ബട്ട് വിൻ്റർ ഈസ് ദ ബെസ്റ്റ് ടൈമിങ്. നമുക്ക് നല്ല റിലാക്സ്ഡ് ആയിട്ട് വലിയ ചൂടൊന്നും ഇല്ലാതെ നടക്കാം. ഇപ്പം ഞാൻ തന്നെ ഉണ്ടല്ലോ ജാക്കറ്റ് ഒന്നും ഇട്ടിട്ടൊന്നുമില്ല. ലൈക്ക് വെയിലത്തൂടെ നടക്കുമ്പോഴത്തേക്കിനും വലിയ പ്രശ്നമില്ല. നമ്മൾ കാറ്റടിക്കുമ്പോഴേ പ്രശ്നമുള്ളൂ. ഇവിടെ ഈ ഒക്ടോപ്പസ് കാർഡ് MTR സ്റ്റേഷനിൽ മാത്രമേ കിട്ടുള്ളൂ എന്നാണ് ഇവിടെ അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചത്. മീർക്കാറ്റ്, ഇതേ മീർക്കാറ്റ്. അപ്പോൾ നമുക്കിവിടെ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ക്യൂ ഉണ്ടാവും. അപ്പോൾ ആ ക്യൂ അവോയ്ഡ് ചെയ്യാനായിട്ട് ഒക്ടോപ്പസ് കാർഡ് എടുക്കാം. പക്ഷെ എൻ്റെ അമ്മ ഇവിടെ നിന്നാണ് ഈ ബിഗ് ബസ് ടൂറുകളും ബാക്കിയുള്ള സംഭവങ്ങളും എല്ലാം വാങ്ങിക്കുന്നത്. ചൈനക്കാർ മൊത്തം ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ സമയത്ത് ചൈനീസ് ന്യൂ ഇയറിൻ്റെ സമയത്ത് ഇവിടെ വന്ന് എന്തായിരിക്കും എന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. അത്ര തിരക്കാണ്. ചൈനീസ് ന്യൂ ഇയർ ആകുമ്പോഴത്തേക്കിനും വീണ്ടും തിരക്കാവും. അതാണ് സംഭവം. ടിക്കറ്റ്സ് 2 അഡൾട്ട് 1 ചൈൽഡ് അല്ലേ? വിത്ത് ക്രെഡിറ്റ് കാർഡ് $16. സംഭവങ്ങളൊക്കെ ഭയങ്കര സിമ്പിളാണ് അല്ലേ? പ്രിന്റിങ് ടിക്കറ്റ്സ് പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഇവിടെ നിന്ന് സെൻട്രലിലേക്ക് ഓരോ 7 മിനിറ്റിലും ബോട്ടുണ്ട്. അപ്പോൾ ആ ഓരോ 7 മിനിറ്റിലുള്ള ബോട്ടിലേക്ക് നമ്മൾ കയറുകയാണ്. ഇത് നമ്മൾ ചൈനയിൽ പോയപ്പോൾ ഉണ്ടായിരുന്ന അതേ തിരക്ക്. വേഗം കയറി ഇല്ലെങ്കിൽ അടച്ചു വിട്ടുപോകുന്നു. എല്ലാം ഫാസ്റ്റാ, ചെടിച്ചെടിയെന്നാണ്. എവിടെങ്കിലും ഇരുന്നോ നോ പ്രോബ്ലം. ഇപ്പുറത്ത് വാ. ഇതെനിക്കൊന്ന് തിരിച്ചായിരിക്കും പോകുന്നത്. വാ അവിടെ പോയിരിക്കാം. ഇങ്ങ് വാ. ഓ ഇതൊക്കെ റിവേഴ്സിബിൾ ബെഞ്ചാണ് കേട്ടോ. റിവേഴ്സിബിൾ. കമോൺ കം സിറ്റ് get inside. Okay guys, അങ്ങനെ നമ്മൾ ആ ഒരു ഹോങ്കോങ് സെൻട്രലിലേക്കുള്ള യാത്രയിലാണ്. കേട്ടോ നമ്മൾ ബോട്ട് വിട്ടു. ഇത് ശരിക്കും റിവർ അല്ല കേട്ടോ, ഇത് വിക്ടോറിയ ഹാർബർ അല്ലെങ്കിൽ ഹോങ്കോങ് വിക്ടോറിയ ഹാർബറിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ശരിക്കും കൗളൂൺ ബേ എന്നാണ് ബേസിക്കലി ഇതിനെ പറയുന്നത്. നമ്മൾ തിരിഞ്ഞിരിക്കുന്നതുകൊണ്ടാണ്. നമ്മൾ തിരിഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മൾ ഫ്രണ്ടിലോട്ടാണ് പോകുന്നത്. ജനസാഗരം തിരിച്ചിറങ്ങുകയാണ് സുഹൃത്തുക്കളെ ബോട്ടിൽ നിന്നും. ചൈന മൊത്തം ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ചൈനക്കാർ ഫുള്ള് ഇവിടെ. കാരണം അവർക്ക് പല രാജ്യങ്ങളിലേക്കും പോകാനായിട്ട് റെസ്ട്രിക്ഷൻസ് ഉണ്ടല്ലോ. അപ്പോൾ അവർക്ക് ഇങ്ങോട്ടേക്ക് വരാനായിട്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാലും കൺട്രോൾഡാണ് പലതും. ഈവൻ മക്കാവൂല് ഗാംബ്ലിങ്ങിന് പോകുന്ന ആൾക്കാരെ ശരിക്കും ചൈന കൺട്രോൾ ചെയ്യുന്നുണ്ട്. അവിടെ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. നല്ലതാണ് നോക്കി കഴിഞ്ഞാൽ. ആ ബോട്ട് കയറി നമ്മൾ ഇപ്പുറത്തെ സെൻട്രൽ ഏരിയയിൽ വന്നു. ഇവിടെയാണ് സെൻട്രൽ ഏരിയ. നമ്മൾ സിംഷാസ്വി എന്ന് പറയുന്നത് ശരിക്കും ഒരു ഓൾഡ് ഹോങ്കോങ് ടൗൺ ആണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടെ പുതിയ ഏരിയ ആണെന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. റോഡിന് മുകളിൽ നിൽക്കുന്ന ആപ്പിൾ സ്റ്റോർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതുണ്ടോ? റോഡിൻ്റെ മുകളിൽ ആപ്പിൾ സ്റ്റോർ, അതിൻ്റെ അടിയിൽ കൂടെ ഒക്കെ വണ്ടി പോകുന്നു. അതാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്ന കാഴ്ച. അത് ആക്ച്വലി ഒരു ഷോപ്പിംഗ് മോളാണ് ആ കാണുന്നത്. അപ്പോൾ നമുക്കൊന്ന് അങ്ങോട്ടേക്ക് പോകണം. എനിക്ക് തണുപ്പ്, ജാക്കറ്റ് എടുത്തില്ല ഞാൻ, എൻ്റെ ഓവർ കോൺഫിഡൻസ് കാണിച്ചിട്ട്. കളിക്കുന്ന സ്ഥലത്ത് പോവാമേ. ഞാനിവിടെ അകത്ത് വരുന്നു. ജാക്കറ്റ് വാങ്ങിയില്ല. ഇത് മറ്റേ കാറ്റടിക്കാണ്ടിരിക്കാൻ വേണ്ടിയുള്ള എന്തിനു പറഞ്ഞ വിൻ പ്രൂഫറാ, വിൻ ജാമറ, എന്താ സാധനം പറയില്ല. അതിങ്ങനെ വെറുതെ ഇടാം. ഇതിൻ്റെ ആവശ്യമുള്ളൂ. ഇവിടെ ഒരു ജാക്കറ്റ് ഒന്നും പറയണ്ട. ഹൂഡി ഉണ്ടെങ്കിൽ നല്ലതാണ്. ഹൂഡീസ് ആ ഗുഡ്. ഇവർ ഫുള്ള് റെഡാണല്ലോ. ഇവർ ഇതുവരെ ക്രിസ്മസ് തീമൊന്നും കഴിഞ്ഞില്ലേ? നിനക്ക് പ്രൈസ് നോക്കിയാൽ പോരെ? അതവിടെ അപ്പുറത്തെ സാധനം ഇരിപ്പുണ്ടാവും. പക്ഷേ ഏത് ആപ്പിൾ സ്റ്റോറിൽ കയറി എയർപോർട്ടിൻ്റെ പ്രൈസ് നോക്കാൻ വേണ്ടി വന്നതാണ്. എന്താ പറഞ്ഞേ? ഇവിടെ ഇല്ല. ഞാൻ അന്നുകൊണ്ട് ടൈപ്പ് കേസ് ഉണ്ടോ നോക്കിയതാ. ഇവിടെ ഇല്ല. ഓ അതിവിടെ ഉണ്ടാവില്ല. നീ എയർപോർട്ടിന്റെ റേറ്റ് ചോദിക്കുന്നെങ്കിൽ ചോദിക്കും വെറുതെ. പക്ഷെ ഇന്നത്തെ ദിവസത്തെ ബാക്കി എല്ലാ പ്ലാനും ഞാൻ ചെയ്യും. നടക്കുന്നതിന്റെ അല്ല, ബാക്കി എല്ലാ സംഭവങ്ങളും ഞാൻ പറയുന്ന പോലെ. വാങ്ങിച്ചോ? ഇല്ല വാങ്ങിച്ചോ. Give me one now please. That is the latest one, right? Okay, yeah. ഇവിടുത്തെ എയർപോർട്ട്സ് പ്രോന്റെ പ്രൈസ് എത്ര? എത്ര പറഞ്ഞേ? 1849 എന്ന് പറയുമ്പോഴത്തേക്കും ഇന്നത്തെ റേറ്റ് പ്രകാരം 21,400. നാട്ടിൽ അതിന് 26,000 രൂപ വിലയുണ്ട്. 26,000.
Yes. ഒരു എക്സ്പീരിയൻസ് അല്ലേ? Yes. Hong Kong taxi. Bro, you drop me in the Carnival, please. Okay? Huh? Carnival. Carnival. നീ കയറ്. ഞാൻ പറഞ്ഞോളാം. Ferris wheel. കാർണിവൽ നടക്കെ ഡോറടക്കെ. യെസ് ഹിയർ ഇവിടുത്തെ മിനിമം ചാർജ് എന്ന് പറയുന്നത് 350 രൂപയാണ്. നമ്മളെ സമയം പോയി. നമുക്ക് ഇവരുടെ ഒക്ടോപ്പസ് കാർഡ് തപ്പി ഞാൻ കുറെ നടന്നു. എന്തോന്നടി ഒരു സാധനം ഒരിടത്തും കിട്ടാനില്ല. ഞാനൊരു കാര്യം പറയട്ടെ? ആ സാധനം വേണത്. അതില്ലാണ്ട് എങ്ങനെയാ? അതില്ലാണ്ട് ഓരോ തവണ പോയി ടിക്കറ്റ് എടുത്ത് പോക്ക് ഭയങ്കര പാടാ. കിട്ടണ്ടേ അത്? എല്ലാവർക്കും ചുമയാ. അവനും ചുമ, നിനക്കും ചുമ. അത് തണുപ്പായതുകൊണ്ട് ഞങ്ങൾ ബഹ്റൈനിൽ ആദ്യമായിട്ട് പോയപ്പോ, അതായത് ഞാനും അമ്മയും ബഹ്റൈനിൽ ആദ്യമായിട്ട് കുഞ്ഞിനെ പോയപ്പോ അച്ഛനുണ്ടായിരുന്ന വണ്ടി ഇത് ഈ വണ്ടിയോ? പഴയ ടൊയോട്ടയുടെ വണ്ടിയാ ഇത്. നല്ല സുഖമാണ് ഇത്. ഇപ്പോഴും ഹോങ്കോങ്ങിന്റെ ആ ഒരു മെയിൻ ടാക്സി എന്ന് പറയുന്നത് ഈ പഴയ വണ്ടിയാണ്. അടിപൊളി വണ്ടിയാണ്. പുതിയത് കൊണ്ട് കേട്ടോ. ഇവിടെ ഉബറും ഉണ്ട്. ഉബർ വിളിക്കുന്നതിലും നല്ല ക്യൂട്ടല്ലേ വണ്ടി? നല്ല വണ്ടിയാ. ആണോ? ഇഷ്ടപ്പെട്ടോ? ഓക്കെ. അങ്ങനെ ഞങ്ങൾ എത്തിയിരിക്കുന്നു. എവിടെയാണ്? നമ്മുടെ കാർണിവൽ നടക്കുന്ന സ്ഥലം. ഇത് വിന്ററിന്റെ അത് കറങ്ങുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിപ്പോ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണെന്ന് തോന്നുന്നു. തുടങ്ങും. നമ്മൾ ശരിക്കും എന്താ പറയാ, വിന്ററിലാണ് ഈ കാർണിവൽസ് വരുന്നത് അല്ലേ? അത് ശരിക്കും ഒരു യൂറോപ്യൻ കൾച്ചർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, ചില സമയത്ത് ഇവിടെ സർക്കസ് ഒക്കെ ഉണ്ടാവും വൈകുന്നേരങ്ങളിൽ. അപ്പോൾ ഇവിടെ ഈ സാധനം കണ്ടില്ലേ, മിസ്റ്റർ സോഫ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഈ ട്രക്ക് എവിടെയൊക്കെ ഉണ്ടോ അവിടെ എല്ലാം ഇതുപോലെ ഒരു നീണ്ട നിര ക്യൂ ഉണ്ടാവും. ആൾക്കാർ ക്യൂ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി വരികയാണ്. ആ കുന്തം വാങ്ങാൻ വേണ്ടിയാണ് നിൽക്കുന്നത്. കണ്ടില്ലേ ആ ചെറിയ സാധനം കണ്ടോ? അത് വാങ്ങാൻ വേണ്ടിയാണ് ഈ ആൾക്കാരെല്ലാം ഇത്രയും ക്യൂ നിൽക്കുന്നത്. എന്ത് വശമാണ് ഇത് മാത്രം ഇതിനകത്തുള്ളത്? ആ, സാറിന് വേണ്ടാത്തായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ചുമ ആർക്കാ ചിരിക്കുന്ന കേട്ടോ കള്ള്. നമുക്കിപ്പോ അതിൽ കയറാം. ശ്വേത പോയി. എന്ത് കണ്ടാലും അത് വേണം. ഒന്നും കാണിക്കാൻ പറ്റില്ല ഗൈസ്. എവിടെ നോക്കിയാലും അത് വേണം. നീ കൊറേ നേരമായി എനിക്ക് ടാക്കുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് കയറാനായിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കണം. ആ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ക്ലൂക്ക് എന്ന് പറഞ്ഞൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിനകത്ത് വഴി എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ ക്ലൂക്ക് വഴി ഡൗൺലോഡ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമുക്കൊരു $5-10 കുറച്ച് കിട്ടും ചിലപ്പം. അതാണ് അതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ മുമ്പിൽ ഒരു എയർഫ്രെയിം പോലത്തെ എന്തൊരു സാധനമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. തണുപ്പുണ്ട്. ഇത് ഇടയ്ക്കിടയ്ക്ക് നിൽക്കുന്നുണ്ട് കേട്ടോ ഈ സാധനം. നമുക്ക് ആദ്യം ഇതിനകത്ത് കയറാം. ഫ്രീ ഡ്രിങ്കോ? എന്താ പറഞ്ഞേ? ഇവിടെ VIP ഫാസ്റ്റ് ടാഗ് പാസ് ഒക്കെ ഉണ്ട് കേട്ടോ. ക്യൂ നിൽക്കാതെ കയറി പോകുന്ന VIP ടിക്കറ്റ് ഒക്കെ അവൈലബിൾ ആണ്. ക്യൂ നിൽക്കുക എന്ന് പറയുമ്പോഴത്തേക്കിനും ഒരു അരമണിക്കൂറൊക്കെ ചിലപ്പോൾ ക്യൂ നിൽക്കേണ്ടി വരും. അങ്ങനെയാണ് പരിപാടി. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കിനും ഓടി സെറ്റ് അങ്ങനെ ശ്വേത കയറി വെപ്പി വെള്ളം കിട്ടി ഗൈസ്. ഓ ടീ, യു ഗോട്ട് ടീ. ഓ അടിപൊളി. അത് ലാഭമായി പോയി. ഇതിപ്പോ ഫോളോ ചെയ്തിട്ട് അങ്ങോട്ട് മാറി അൺഫോളോ ചെയ്താൽ പ്രശ്നമൊന്നുമില്ലല്ലോ. ഇവര് കുറെ ഫോളോവേഴ്സിന് ഉണ്ടാക്കുമല്ലോ അങ്ങനെയാണല്ലേ. അത് കൊള്ളാം കേട്ടോ പരിപാടി. ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യിപ്പിക്കുക, വെള്ളം വാങ്ങിക്കുക അല്ലെങ്കിൽ ഡ്രിങ്ക് വാങ്ങിക്കുക, എന്നിട്ട് അങ്ങോട്ട് മാറിയിക്കുക, അൺഫോളോ ചെയ്യുക. എല്ലാവരും ഇത് തന്നെയായിരിക്കും ചെയ്യുന്നത്. ഈ ചേട്ടൻ അൺഫോളോ ചെയ്യുന്നത്. എല്ലാവരും ഇത് തന്നെ പരിപാടി. ചായ കുടിച്ചു നോക്കണം. നല്ല സൂപ്പർ ചായ ആണേ കേട്ടോ. എങ്ങനെയുണ്ട്? നല്ലതാണത്. എന്നിട്ട് ഇച്ചിരി കൂടെ തരണ്ടേ? നല്ലതല്ലേ? ഇച്ചിരി കൂടെ. അയ്യോ, അങ്ങനെ നമ്മൾ അതിന്റെ അടുത്ത് വന്നത് കണ്ടാ. നമ്മൾ അതിൽ കയറാൻ പോവാണ്. ഇതിങ്ങനെ കുറേശ്ശെ ആൾക്കാരെ ആക്കി സെറ്റാക്കിയാണ് വിടുന്നത്. ഇത് നമ്മൾ കാണുന്ന പോലെ അല്ല കേട്ടോ. ദിസ് ഈസ് റിയലി ബിഗ്. ശരിക്കും ഞാൻ ഇതുവരെ പല സ്ഥലങ്ങളിലും ഇതുപോലത്തെ കയറാത്തതുണ്ട്. സിംഗപ്പൂരിലെ ഫെറസ് വീൽ ഞാൻ കയറിയിട്ടില്ല. പിന്നെ ലണ്ടനായി ഞാൻ കയറിയിട്ടില്ല ശ്വേത ഇതുവരെ. ഇത്ര തവണ ലണ്ടൻ പോയിട്ട്. നമുക്ക് ഒരുമിച്ച് പോകുമ്പോൾ കയറാം. യെസ്, അതാണ് എൻ്റെ ആഗ്രഹം. നീ ഇല്ലാതെ എനിക്ക് എന്താഘോഷം? അങ്ങനല്ലേ ശ്വേത? സിംഗപ്പൂരിൽ ഞാൻ എത്ര തവണ പോയിട്ടുണ്ട് ശ്വേത? ഞാൻ ഇതുവരെ അവിടെ കയറിയിട്ടുണ്ടോ? ഹോങ്കോങ് ഞാൻ എത്ര തവണ വന്നിട്ടുണ്ട്? ഞാൻ ഇതുവരെ അവിടെ കയറിയിട്ടുണ്ടോ? പറ. ഇപ്പൊ നിങ്ങളുടെ കൂടെ അല്ലേ കയറുന്നേ? നിങ്ങളില്ലാതെ എനിക്ക് എന്താഘോഷം? അവിടെ 2 ഗൊറില്ല ഇരിക്കുന്നുണ്ടോ? നോക്കിയേ, ഗൊറില്ല. പിന്നെ ഋഷി ഇവിടെ നിന്നിട്ട് ഓരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ സ്പോട്ട് ചെയ്തുകൊണ്ടിരിക്കുക, കണ്ടുപിടിച്ചോണ്ടിരിക്കുക. അവിടെ അതുണ്ട്, ഇവിടെ ഇതുണ്ടെന്നും പറഞ്ഞുകൊണ്ട്. ഇതാണ് കാർണിവൽ നടക്കുന്ന സ്ഥലം അല്ലേ? ആ ഒരു സീ സൈഡിലായിട്ട് ഇതുപോലെയുള്ള സ്ഥലം. അവിടെ നമുക്ക് ഓരോ ആക്ടിവിറ്റീസ് ഉണ്ട്, അതിനകത്തൊക്കെ പോയി കയറാം. യെസ്, അങ്ങനെ ഫൈനലി വി ആർ എൻ്ററിങ് ദ ഗണ്ടോല.
വാ അന്ന് ഇപ്പുറത്ത് ഇരുന്നിട്ട് അവനെ ഓക്കേ. ഓ എന്നാ ഇവിടെ ഇരുന്നു, അവൻ അവിടെ തന്നെ ഇരിക്കും. എന്തൊക്കെയോ പറഞ്ഞു ഗൈസ്. അനങ്ങരുതെന്നോ? ഇത് വൺ സെറ്റപ്പാണല്ലോ ഇത്. നമ്മളെ നാട്ടിലേക്ക് ഗൊണ്ടോള കാണുന്ന ചെയ്താ. ഇതിനകത്ത് AC വരെ ഉണ്ട്. AC ടെമ്പറേച്ചർ കൺട്രോൾഡ്, പിന്നെ പരിപാടികളൊക്കെ ഉണ്ട്. ചൈനീസ് സാധനമുണ്ടല്ലോ, എനിക്ക് എന്ത് ക്വാളിറ്റിയിലാണ് ചെയ്തിരിക്കുന്നതെന്നുണ്ടോ. നമ്മുടെ അവിടുത്തെ ഗൊണ്ടോള എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും കാറ്റ് അപ്പുറത്തോടെ വീഴും, തുരുമ്പിച്ചിരിക്കും. പലതും നല്ലതും വരുന്നുണ്ട്, എന്നാലും പക്ഷെ ആദ്യമായിട്ടല്ലേ നീ കയറുന്നതിനകത്ത്? നീ കയറിയിട്ടല്ലേ ഇതിന് മുമ്പ്? ഇതുപോലത്തെ ഒരു സാധനത്തിലും കയറിയിട്ടില്ലേ? അതാണ് കാർണിവൽ ഏരിയ കേട്ടോ. നോക്ക്, നമുക്ക് പോവാം. ഈ സ്ഥലം രാത്രി 11 മണി വരെ ഉണ്ട്. ഇത് നമ്മൾ പണ്ട് വീഗാലാൻഡിൽ പോയിട്ട് ജയന്റ് വേലി കയറിയിട്ട് താഴേക്ക് ഇറങ്ങുമ്പോഴത്തേക്കിനും വയറ്റിൽ ഇങ്ങനെ ആള് കത്തല. വീഗാലാൻഡിൽ മാത്രമല്ല, നമ്മുടെ നാട്ടിൽ മറ്റേ ഇതില്ലേ, പുഷ്പമേളയൊക്കെ വരത്തില്ലായിരുന്നു, അമ്പലപ്പറമ്പ്, ഉത്സവപ്പറമ്പ്, അവിടെയൊക്കെയുള്ള ഈ സാധനങ്ങളിൽ കയറുമ്പോഴത്തേക്കിനും എന്ത് സ്പീഡിലാണ് പോകുന്നതെന്ന് അറിയോ എന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ ഒരു സൈറ്റ് സീയിങ് ആണ് ബേസിക്കലി. അതായത് കാണുക അത്രേ ഉള്ളൂ. നമ്മൾ താഴോണ്ടിരിക്കുക കണ്ടോ, പൊക്കോണ്ടിരിക്കുക കണ്ടോ. ഇവിടെ എന്താണെന്നറിയില്ല, എന്തോ ഭയങ്കര കൺസ്ട്രക്ഷനാണ്. ഹോങ്കോങ് ന്യൂസ് സ്റ്റേഷൻ. ഇവിടെ എന്തോ പുതിയ സംഭവം എന്തോ വന്നുകൊണ്ടിരിക്കുക. എന്നാലും എന്തോരം പരിപാടികളല്ലേ ഇവർ ചെയ്യുന്നത് ഇവിടെ. ഇത് കണ്ടുപിടി, നോക്കിയിട്ട് താഴെ എത്ര പ്രൈം സ്ഥലത്താണ് അവർ കളിക്കുന്നത് നോക്കി. കണ്ടോ ഋഷി, അങ്ങോട്ട് നോക്ക്, ഇത് നോക്ക്. നിനക്ക് പേടിയുണ്ടോ? പേടി അവന് പേടിയില്ലടി, നമുക്കാ പേടി. എന്താ, നമ്മളിപ്പോൾ താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നോക്കൂ. Are you all from here, Hong Kong or China? Yeah. China. 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 Where in China? Which city? Province. Guangdong. Yes. Guangdong. Okay. Guangzhou? Yes. Guangzhou? 潮州。 Okay. 你是潮州人。潮汕的。汕头。 Okay. I have been to Guangdong. Guangzhou, Foshan, many places. Wow. Good. Thank you. Yeah. Is it your holiday? Holiday. Vacation. Vacation. Oh. No. It's okay. ആ കാര്യം നമ്മുടെ കേരളത്തിൽ ഏത് നാട്ടിൽ നിന്നുള്ളൊരു ഫോറിനർ വന്നിട്ട് എന്തെങ്കിലും ഇംഗ്ലീഷ് സംസാരിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആൾക്കാരെല്ലാവരും മറുപടി കൊടുക്കല്ലേ അല്ലേ? ഹോളിഡേ എന്ന് പറഞ്ഞാലും വെക്കേഷൻ എന്ന് പറഞ്ഞാലും മനസ്സിലാവാത്തതായിട്ട് 99% മലയാളികളും മനസ്സിലാവാത്തവരായിട്ടുണ്ടാവില്ല. കേരളം എന്ന് മാത്രമല്ല, ഇന്ത്യ മൊത്തത്തിലാണെങ്കിലും ആ കാര്യത്തിൽ ഇവരിപ്പോഴും നമ്മളന്ന് കണ്ടതല്ലേ. അല്ല, ഇംഗ്ലീഷ് പഠിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ നാട്ടിൽ നമ്മൾ ബേസിക് ആയിട്ട് പഠിപ്പിക്കുന്നുണ്ടല്ലോ അല്ലേ? അവർക്ക് അതുപോലും ഇല്ലാന്ന് എനിക്ക് തോന്നുന്നത്. ഭയങ്കര കഷ്ടമല്ലേ? ആ സ്ഥലത്താണ് നമ്മളിപ്പോൾ കളിക്കാൻ പോകാൻ പോകുന്നത്. ഋഷിക്ക് ഏതിലൊക്കെയാ കയറേണ്ടത് വെച്ചാൽ നോക്കി വെച്ചോട്ടോ. ചമ്പ്ലിങ്ങിൽ കയറണം അല്ലേ? ഓക്കെ, വെരി ഗുഡ്. ഗൈസ്, ഇത് 3 റൗണ്ട് ഉണ്ട് മൊത്തത്തിൽ. ഇത് ലാഭമായി അല്ലേ? ഇത് ചെറിയ പൈസ ഉള്ളൂ. ഇതിന് 10 ദിറംസ് എന്ന് പറയുമ്പോൾ എത്ര? 200-210 രൂപ കണ്ടല്ലേ? 200-200 രൂപ 10 ദിറംസ് ഒരാൾക്ക് അത്രയേ ഉള്ളൂ. HKD പറയുമ്പോൾ $20. ഇതിന്റെ മേളിൽ AC ഒക്കെ ഉണ്ട്. നോക്കി കണ്ടോ, ഞാൻ പറഞ്ഞില്ല AC ഒക്കെ ഉണ്ടെന്ന്. ഇത് വെൽ കണക്റ്റഡ് ആണ് എല്ലാ സംഭവങ്ങളും. നല്ല അടിപൊളി ഗൊണ്ടോള്. ഇടി അപ്പുറത്തിരിക്കുന്ന പെണ്ണിന് ഹലോ പറയുന്ന രീതി, ആ കൊച്ചിന് ഹലോ പറയുന്ന ഇവിടെ ഇരുന്നിവൻ. എല്ലാ വർഷവും ഡിസംബർ പകുതിയോടുകൂടി ക്രിസ്മസിന് മുന്നേ ആരംഭിച്ച് മാർച്ച് 1-ാം തീയതി വരെ മാത്രമാണ് ഈ കാണുന്ന കാർണിവൽ പ്രവർത്തിക്കുന്നത്. അതായത് വിൻ്ററിൻ്റെ സമയത്താണ് ബേസിക്കലി ഈ കാർണിവൽ ഇവിടെ പ്രവർത്തിക്കുന്നത്. ക്രിസ്മസ് കാർണിവൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ യൂറോപ്പിൽ US-ലൊക്കെ കാണത്തില്ലേ, അതേ ഒരു സംഭവം. Come on. Yeah, this way. ഇങ്ങോട്ട് ഇറങ്ങണേ. നിർത്തിയില്ല? കമോൺ, നിർത്തട്ടെ. ഇതിന്റെ ഡ്രൈവർ എവിടെ ആയിരിക്കും? ഞാൻ അതാ നോക്കുന്നത്. ഇതിന്റെ ഡ്രൈവർ എവിടെ ആയിരിക്കും? എവിടെ ഇരുന്നായിരിക്കും ആളെ ഓടിക്കുന്നത്? ബൈ. അവരിറങ്ങട്ടെ, പിള്ളേരിറങ്ങട്ടെ. ഓക്കെ, കാല് നോക്കി വെക്കണം. ഇതിന്റെ ഡ്രൈവർ എവിടെ ആയിരിക്കും? കൺട്രോളർ അവിടെ ഉണ്ടാവും അല്ലേ? യാ. ഡിഡ് യു ലൈക്ക് ഇറ്റ്? ഇഷ്ടപ്പെട്ടോ? ഇനി എന്താ വേണ്ടേ? അവിടെ പോവാം.
ഓ ഇത് നോക്ക് ശ്വേത, ഇവിടെ ഡ്രോൺ പറത്തി ഇങ്ങനെ വിഷ്വൽ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ കിട്ടുന്നു. എനിക്ക് എന്താ അല്ലേ. ആ അതേ ഗൊറില്ലയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ നമ്മൾ ഇനി ഇപ്പൊ അപ്പുറത്തേക്ക് പോകാൻ പോവാണേ. ഇത് ഭയങ്കര വലിയ ഗൊറില്ലയാ. എന്ത് വലിപ്പം ഇത്? ചിമ്പാൻസി അല്ലേ ഇത്? അല്ലേ ഗൊറില്ലയാണോ? ഡൈനോസറിന്റെ മടിയിലിരിക്കുന്ന ഋഷിക്കുട്ടൻ, അപ്പുറത്ത് വേറൊരു സാധനത്തിന്റെ മേളിലിരിക്കുന്ന ശ്വേത. ഇത് കുട്ടികൾക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മോഡൽസ് ആണ്. ചൈനീസ് പിള്ളേരുമായിട്ട് പോയി മൽപ്പിടുത്തത്തിന് പോകുന്ന ഋഷിക്കുട്ടൻ. ഈ പിള്ളേർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോഴേ ഇവർക്ക് ഭയങ്കര കൗതുകമാണല്ലോ. കാരണം അവരെ പോലെ ഇരിക്കുന്ന കുട്ടികളല്ലല്ലോ ഇവർ രണ്ടുപേരും. അപ്പോൾ ഇവൻ അങ്ങോട്ടും അവൻ ഇങ്ങോട്ടും, അല്ല അവർക്ക് ഇങ്ങോട്ടും ഇവർ ഭയങ്കര കൗതുകം ഇച്ചിരി കൂടിയ ആൾക്കാരാണ് എല്ലാവരും. കയറി കയറി പോകുന്ന കണ്ടോ ശ്വേത? ശരിയല്ല കേട്ടോ ഇതൊന്നും. കമോൺ കമോൺ. അങ്ങനെ നമ്മൾ കാർണിവലിന്റെ അകത്തേക്ക് കയറാൻ പോവാണ്. നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ക്യൂ നിൽക്കണ്ട, നമുക്ക് നേരെ വോക്ക് ഇൻ ചെയ്ത് കയറി പോവാം. ഹായ്.有飛嘅， 去紫色櫃位攞櫃。 ഓക്കെ. അതിനകത്ത് കയറാനാണോ പറയുന്നേ? ആ അടിപൊളി. നമ്മളെ ഇതിനകത്ത് കയറുമ്പോഴത്തേക്കിനും എൻട്രൻസിന് ഒരു പൈസ കൊടുക്കണം. അതിനുശേഷം ഇതിനകത്തെ ഓരോ ആക്ടിവിറ്റീസിനും നമ്മൾ കോയിൻസ് എന്നും പറഞ്ഞൊരു ടോക്കൺസ് എന്നും പറഞ്ഞൊരു പരിപാടിയുണ്ട്. ആ ടോക്കൺസ് നമ്മൾ എടുക്കണം, മനസ്സിലായില്ലേ? എന്നാലും നമുക്ക് അതിനകത്ത് ഓരോ സാധനങ്ങൾ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പച്ച പച്ച ആ ആ ആ പച്ച പച്ച ആ പച്ച പച്ച ആ പച്ച പച്ച. ഓക്കെ താങ്ക് യു. ഓ ഓ ഓ ഓ ഇത് കണ്ടോ? ഇത് പിള്ളേരിരിക്കുന്ന സാധനമാ. ഇത് കൊച്ചു പിള്ളേർക്ക് ഇരിക്കാം. ഓ ഇത് നമ്മള് എവിടെ കയറിയതാ? ഇത് കയറിയായിരുന്നല്ലോ. ആ അവിടെ ഏതോ ഒരു മോളിൽ കയറിയായിരുന്നല്ലോ ഈ സാധനം. അതാണ്. അപ്പൊ ഇത് കയറി വരുമ്പോഴത്തേക്കും ഇതൊക്കെ തന്നെയാണ് പരിപാടി. ഇതിൽ കയറണമെന്ന് അതാണ് നിനക്ക് വേണ്ടേ? ആ ഇവൻ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് വേണ്ടത്. പിള്ളേർക്ക് ഇതൊക്കെയാണ്. നമ്മൾ വിചാരിക്കുന്ന പോലത്തെ കാര്യങ്ങളല്ലല്ലോ അവരുടെ എൻജോയ്മെന്റ്. ഏതാ? ആ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ പൈസ പോകുന്ന വഴി അറിയത്തില്ല. ഭയങ്കര എക്സ്പെൻസീവ് ആണ് എല്ലാ സംഭവങ്ങളും. അതുകൊണ്ടോ ഉയ്യോ എന്റെ പൊന്നെ, എന്താണോ അത്? അത് കയറണോ ഋഷിക്ക്? അതില് കയറണോ? പേടിയുണ്ടോ? അതിൽ ആടണോ? നല്ല രസമായിരിക്കും. വേണ്ട. ഓ ഇതുപോലെ സ്ഥലങ്ങളിൽ വരുമ്പോഴേ നമ്മുടെ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് അല്ല ഇവരുടെ ഡിസ്ലൈക്സ് അല്ലേ. അപ്പോൾ ഋഷി നോക്കുമ്പോഴത്തേക്കിനും അതൊന്നും അല്ല അവൻ എക്സൈറ്റ്മെന്റ്, അല്ലെ വേറെ ഇതൊന്നും അല്ല എക്സൈറ്റ്മെന്റ്. അവൻ എക്സൈറ്റ്മെന്റ് ഈ കാണുന്നതാണ്. കണ്ടില്ലേ? ഈ ഇതിൽ കയറി ചാടി മറിയണം. ഋഷിയുടെ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമേ ഇതിൽ കയറാനും പറ്റുള്ളൂ. ഇപ്പം ഞാൻ ഋഷിയുടെ കൂടെ അക്കമ്പനി ചെയ്ത് കയറിയാലേ ഇതിനകത്ത് കയറാനും പറ്റുള്ളൂ. അതുകൊണ്ട് അപ്പോൾ അങ്ങനെ ഒരു സംഭവമുണ്ട്. ഇതിനകത്ത് കയറി ചാടി മറിയാനായിട്ട് 4 ടോക്കൺ, എൻ്റെതും 4 ടോക്കൺ എടുത്ത് അവരറിയോ? അതായത് ഞാൻ അകത്ത് കയറി വെറുതെ നിൽക്കുന്നതിനാണ് 4 ടോക്കൺ എൻ്റെ നിന്ന് വാങ്ങിച്ചേക്കുന്നത്. ഞാൻ കയറി ചാടി മറിയുന്നതിനല്ല. എന്തോ ആലോചിക്കോളെ. നമ്മളിവിടെ കയറിയിട്ട് എന്ത് ചെയ്യാനാ? നമ്മുടെ 4 ടോക്കൺ എടുത്തിട്ടുണ്ട്. നമുക്കും കയറി ചാടി പറയാൻ കേട്ടോ, അല്ലാണ്ട് വേറെ വഴിയില്ല. ചാടി പറയുന്നു. അപ്പനും മോനെ എന്നെ പോസ്റ്റ് ആക്കിയിട്ട് അവിടെ പോയി നിൽക്കുന്നുണ്ട്. ഡാൻസ് കളിക്കുവാണോ? ഇത് ഡാൻസ് കളിക്കുന്ന പരിപാടിയല്ല. ദൈവമേ, കാവടി തുള്ളി പോകുന്നുണ്ട് രണ്ടും കൂടെ. അപ്പായും കൂടെ വന്നിട്ട് പോയാ മതിയേ. അവിടെ ഇരുന്ന് പോവല്ലേ കേട്ടോ. സമ്മതിക്കത്തില്ല. അതിലേക്ക് അപ്പ പറഞ്ഞിട്ട്. ഓക്കെ റെഡി? എനിക്ക് പേടിയാ. മറിയുന്നേ ഇതൊക്കെയാണ്. 5 മിനിറ്റ് നേരം നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ. അത് ഈ സാധനം ഉണ്ടല്ലോ, ഞാൻ ഋഷിയും കൂടെ ചെയ്തേ. ഇത് ആക്ച്വലി കാണുന്ന പോലെ അല്ല, ഇത് കുറച്ച് സ്റ്റീപ്പാണ്. കയറിപ്പോയിട്ട് അവൻ ഒരു പേടിയില്ല കേട്ടോ. ഈ പേടിന്നൊക്കെ ചില സാധനം കാണുമ്പോൾ പറയുമെങ്കിലും ഇങ്ങനെയുള്ള ചില സാധനത്തിലും പേടിയില്ല. ഇപ്പൊ പോയിക്കോളാം വരുന്നത്. കയറി യു ലൈക്ക് ഇറ്റ്? വാ സമയമായി. വാ സമയമായി. ഇനിയില്ല, ഇനി അടുത്ത സ്ഥലത്ത് വാ. വേറെ സ്ഥലമുണ്ട്. വാ. ഇതിനകത്ത് 5 മിനിറ്റിന് ഉടക്കി പിള്ളേരെ ഇറക്കിക്കൊണ്ട് പോവാന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ചാലഞ്ച്. വാ. നമ്മുടെ പഴയ ഉത്സവ പറമ്പ് അത് തന്നെ ശ്വേത. പഴയ ഉത്സവ പറമ്പ് ശ്വേത കളിക്കുന്നതായിരിക്കും നമുക്ക് വേണ്ടി. ശ്വേത കളിച്ചിട്ട് പാവേനെ സ്വന്തമാക്കുന്നതായിരിക്കും. അവിടെ പോവാം. അവിടെ പോയി കളിക്കാം. ഇവിടെ വെടി വെക്കുന്ന പരിപാടിയാണ്. ശരിക്കും ഏത് പ്രായത്തിലുള്ള ആൾക്കാർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ ഇവിടെ ഉണ്ട്. ഇത് കണ്ടില്ലേ, വളയമേറ്. ഇത് മറ്റേ വളയമെറിയുന്ന പരിപാടി.
ഇത് വളയം മറിഞ്ഞിട്ട് നമുക്ക് അതിനകത്തുള്ള സാധനങ്ങൾ കരസ്ഥമാക്കാം. നമ്മുടെ പഴയ ഉത്സവപ്പറമ്പിലെ പരിപാടി ഇപ്പോഴും ഉണ്ടല്ലോ, ഉത്സവപ്പറമ്പിലും അതേപോലെ പള്ളി പെരുന്നാളിനൊക്കെ വരുന്ന ആ ഒരു സംഭവം. ഞങ്ങളിവിടെ പന്തറിയാൻ വേണ്ടി പോവാണ്. നീയാണോ പരിപാടി? ചേതാണ് കേസ് പരിപാടി. ശ്വേത അമ്മ ഇത് അമ്മയാ കളിക്കുന്നത് കേട്ടോ, ശ്വേതയാണ് ബോളിന്റെ പരിപാടി. ഒരെണ്ണം ഇട്ടിരിക്കുകയാണ് അമ്മ. അത് അടിച്ചിടുന്നുണ്ടോ നോക്കി നീ. 2 എണ്ണം ഇട്ടിരിക്കുകയാണ് അമ്മ. 3 എണ്ണം അത് മറിഞ്ഞു വീണില്ല. 2 ടോക്കൺ ഗുദാഹുവ. കമാൺ. ഓക്കെ ഗായ്സ്. ചെറിയ പ്രൈസ് ഒന്നും കിട്ടത്തില്ല. ഒരു ബോളെങ്കിൽ ഇട്, അത് തെറിച്ചു പോകും. അതാണ് പ്രശ്നം. അത് അതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ തെറിച്ചു. ഇത് ഋഷിക്ക് കൂടെ ചിലപ്പോൾ അവനിടും, പറയാൻ പറ്റത്തില്ല. അയ്യാ വീണിക്കില്ല. ഋഷി ഇട്ടു. അടുത്ത 4 ടോക്കൺ ഗുദാഹുവ. ഒരു ടോക്കൺ എന്ന് പറഞ്ഞ് 200 രൂപയാണ്. ബാഗ് മറന്നുപോയി എവിടെയോ. കടച്ചാച്ച് തിരുമ്പി കടച്ചാച്ച്. അവിടെ തിരിഞ്ഞു നിൽക്കേ. അയ്യോ കുറേ ആൾക്കാർ തട്ടുമോ? ഇല്ലല്ലോ, തിരിഞ്ഞു നിൽക്കേ. നിൽക്കേ. എന്നിട്ട് ഞാൻ പുറകിൽ തട്ടാമേ. ചേർന്ന് നിർത്തണേ. ഷേപ്പ് ഉണ്ടായോ? അയ്യോ ഋഷിയുടെ ഷേപ്പ് ഉണ്ടായി. അത് തിരിച്ച് അവിടെ നിന്ന് പോയി. ഇതാണോ കയറണ്ടേ? യെസ് കമോൺ. ഋഷി മറ്റേ ഫോർഡിന്റെ ട്രക്ക് ഓടിക്കാൻ പോകുന്നു. ഫോർഡിന്റെ ട്രക്ക് എനിക്ക് വയ്യ. ഫോർഡിന്റെ ട്രക്കാണോടാ? സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടിട്ടേ വിടുള്ളൂ. ഇത് നമ്മൾ അഞ്ചോളിൽ പോയതുപോലൊന്നും അല്ല. ഇത് നല്ല സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ നോക്കി ഉള്ള ഒരു പരിപാടിയാണ്. ചാച്ചാ ലൈസൻസ് ഉണ്ടോ? എവിടാ? എവിടെ? എന്റെ തിരിപ്പുണ്ട് ലൈസൻസ്. അവനെ കണ്ടിട്ട് ചൈനക്കാരന്റെ ലുക്കില്ലല്ലോ. ഇവിടെ ചൈനീസ് ബ്രിട്ടീഷ് ആൾക്കാരൊക്കെ ഉണ്ട്. അതായത് ബ്രിട്ടീഷുകാരുടെ സ്ഥലമായിരുന്നല്ലോ പണ്ട് ഇത് ചൈന, ഹോങ്കോങ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഇപ്പോഴും പഴയ യൂറോപ്പിൽ നിന്ന് വന്ന ആൾക്കാർ, പല ആൾക്കാർ ഇവിടെ ബ്രിട്ടീഷുകാരുടെ സമയത്ത് വന്ന ആൾക്കാർ. വെള്ളം കുടിക്കാതെ ചുണ്ടൊക്കെ പൊട്ടി ഗൈസ്. ബസ്, കാറ്, ട്രക്ക് എല്ലാം ഉണ്ട്. അതിന്റെ പുറകിലും ആൾക്കാർ ഇരുത്താട്ടോ. തിരിഞ്ഞും മറിഞ്ഞൊക്കെ തിരിഞ്ഞും മറിഞ്ഞൊക്കെ കൈയും കാലൊക്കെ കാണിക്കുന്നുണ്ട് അച്ഛൻ. അയ്യോ ബ്രേക്ക് അവിടെ. ഇഷ്ടപ്പെട്ടോ? മതിയായോ? ബോറടിച്ചോ? ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുന്നത്. ഇറങ്ങി വാ. ശ്വേത ഇനി അമ്പം മില്ല് അറിയാൻ പോവാണ്. അമ്പറിയാൻ വേണ്ടി പോവാണ്. അത് ഋഷിക്കല്ല, അത് അമ്മയുടെ. ശ്വേത 1 എണ്ണം നഷ്ടപ്പെട്ടു, 2 എണ്ണം നഷ്ടപ്പെടുത്തി. 3ാമത്തത് അറിയാൻ വേണ്ടി പോവാണ്. ജസ്റ്റ് മിസ്. ബോർഡറിലാണ് വന്നത്. ഇല്ല, ബോർഡറിൽ തൊട്ടാ കിട്ടൂല. അടുത്തത് ഹാപ്പി ആയില്ലേ? ഇവനെന്തിനാ അലക്കുന്നേ? നോക്കൂ ഗൈസ്, ബിഗ് ഡൈനോസർ. ദേ കണ്ടോ? ഓയ്യോ വലിയ ഡൈനോസർ. ഇവിടെ ഇഷ്ടം പോലെ ഡൈനോസേഴ്സ് ഉണ്ട്. ഇതാരാ? കൊള്ളാലോ, അടിപൊളിയാണ്. പൈസ കളയാനുള്ള എല്ലാ പരിപാടിയും ഉണ്ട് ഗൈസ്. വരിക, കളിക്കുക, കാശ് കളയുക, എന്തെങ്കിലുമൊക്കെ കിട്ടാതെ കൊള്ളാം. അത് കൊള്ളാം, അത് സൂപ്പർ. കങ്കാരു ജമ്പ് കുട്ടികൾക്കുള്ളതാണ്. നൈസ്. നൗ ഋഷി ഈസ് ഗോയിങ് ടു ഡു അഡ്വഞ്ചർ. എവിടെ? അഡ്വഞ്ചർ ചെയ്യാൻ പോണോ? ഓൾ ദി ബെസ്റ്റ് മൈ ഡിയർ, ഓൾ ദി ബെസ്റ്റ്. പോയിട്ട് വരൂ ഗൈസ്. അങ്ങനെ ഋഷി ബിഗസ്റ്റ് സൈഡിലിരുത്തി ഗൈസ്. ഇല്ല, നടുക്ക് മതിയെന്ന് ഞങ്ങൾക്ക് പേടിയാണ്. ശരിക്കും ഇതൊക്കെ ശരിക്കും വലിയ ആൾക്കാർക്കുള്ള സംഭവങ്ങളെ നമ്മൾ കണ്ടിട്ടുള്ളേ. കുഞ്ഞു കുട്ടികൾക്കുള്ളത് അധികം ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല എവിടെയും. അങ്ങനെ ഋഷി കൊങ്കാരു ജമ്പെന്നും പറഞ്ഞോണ്ട് ദേ കേറി പോകുന്നു മേപ്പോട്ട്. എഴുതി ഇരിക്കുന്നുണ്ടോ? ഒരു പേടിയൊന്നും ഇല്ല. അതേ കൈ കാലൊക്കെ ഇട്ട് അടിച്ചോണ്ടിരിക്കുന്നത്. പണ്ടൊക്കെ ഋഷി നിനക്ക് ഓർമ്മയുണ്ടോ ചേരാ? തൊട്ടനും പിടിച്ചതിനും പേടി എന്ന് പറഞ്ഞ് ബഹളമായിരുന്നേ. ഇപ്പൊ അങ്ങനെ വലിയ ബഹളമൊന്നുമില്ല. ഇതിന്റെ മേളിലായിരിക്കുന്നത്. ഞങ്ങൾ ഭയങ്കര കൂളായിട്ടായിരിക്കുന്നത് കേട്ടോ. ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. ഒരു ഹാപ്പിനെസ് ഇല്ലല്ലോ ചേട്ടാ അവന്റെ മുഖത്ത്.
Did you like it? Did you like it? Okay, come on. അങ്ങനെ ശ്വേത ഋഷിയും കൂടെ ഡക്കിയുടെ മേളിൽ കയറാൻ വേണ്ടി പോയിട്ടുണ്ട്. ഓ, ഇവിടെ ഈ ഹൈറ്റ് റെസ്ട്രിക്ഷൻ ഉണ്ട്. അപ്പോൾ ഋഷി 1 മീറ്ററേ ഉള്ളൂ ഹൈറ്റ്. അപ്പം 1 മീറ്റർ താഴെയുള്ളവർക്ക് പലതിലും കയറാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഋഷി ടാറ്റാ, ബൈ ബൈ. ഞങ്ങൾ ഓരോ റൈഡിൽ ഇരിക്കുമ്പോഴും ഞങ്ങളുടെ കണ്ണ് വേറെ സ്ഥലത്താണ്. ഇപ്പൊ അത് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ കയറണമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഓരോന്നിലും കയറണം എന്ന് പറഞ്ഞുകൊണ്ട് കണ്ടുപിടിച്ച് വെക്കും. അതാണ് പരിപാടി. ഞങ്ങൾക്ക് ഈ ട്രെയിനിൽ കയറണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഋഷിക്ക് ഹൈറ്റ് പോരാത്തത് കൊണ്ട് അവർ കയറ്റത്തില്ല. എന്റെ കൂടെ കയറ്റൂല എന്ന് പറഞ്ഞു. ദേടാ, ഇത് ആരാടാ? ഇത് ആരാത്? സ്പേസിന്റെ ആൾക്കാരല്ലേ? ആ, അവിടെ പോയി ഫോട്ടോ എടുക്ക. നമ്മള് ചന്ദ്രനില് പോയ ആൾക്കാരാണ് അവര്, കണ്ടില്ലേ? ആ ഒരു ചന്ദ്രനിൽ പോയ ആൾക്കാരെന്ന് പറയാം. നമുക്ക് ആ സ്പേസിലൊക്കെ പോകുമ്പോ ആൾക്കാരിടുന്ന സ്പേസ് സ്യൂട്ട്. നിക്കുവാ എന്താ നിനക്ക് വേറെ പണിയൊന്നുമില്ല? എത്ര കാശ് കളിച്ചിട്ട് ആ കാശിന് അവൻ 2 ഗെയിം കളിക്കാൻ പോകണം. നീ കളിക്കട്ടെ, നിനക്ക് കളിക്കാൻ വേണ്ടിയല്ല വന്നത്. ഞാൻ എന്റെ ക്വസ്റ്റ്യൻ കളിപ്പിക്കാനാ വന്നത്. ഈ കാർണിവൽ നടത്തുന്ന ആരാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇവിടെ യൂറോപ്യൻസ് കുറെ പേരുണ്ട് സ്റ്റാഫായിട്ട്, യൂറോപ്യൻസ് ആയിട്ടുള്ള ആൾക്കാര്. ഞങ്ങള് വേറൊരു കാറിൽ വന്ന് കയറി. ഇത് ഋഷി ഒറ്റയ്ക്ക് പറ്റത്തില്ല, ഹൈറ്റ് റെസ്ട്രിക്ഷൻ. അതുകൊണ്ട് നമ്മൾ കയറണം. അപ്പൊ 2 പേരുടെ പൈസയാ പോകുന്നത്. റെഡ് കാറ് ഭയങ്കര സംഭവം, അറിയാവോ? നോക്കിക്കേ, രണ്ടും കൂടെ കാർ ഓടിക്കുക. റേസിംഗ് കാർ. അമ്പോ, ഡ്രിഫ്റ്റിംഗ് ഒക്കെ ആണല്ലോ. ദാണ്ട് വരുന്നത് ഡ്രിഫ്റ്റിംഗ്. അതാണൊരു വൗ ഫാക്ടർ. അതായത് ഇത് കണ്ടോ, ഇതിങ്ങനെ പോകുന്നേ. ഇടുക്കി പോന്നൊക്കെ തോന്നും. ഇത് അടിപൊളി. You like it? എങ്ങനെയുണ്ടാ? അടിപൊളിയാണോ? അടിപൊളി. ഇല്ല, ഇതുപോലൊക്കെ തന്നെ ഉള്ളു. എല്ലാരും അമ്മമാരോ അച്ഛന്മാരോ ആരെങ്കിലൊക്കെ ആയിട്ടാ കയറിയിരിക്കുന്നത്. ഓ, കഴിഞ്ഞല്ലോ. ഇത് സീറ്റുകളിലൊക്കെ ഉണ്ട് കേട്ടോ. നേരെ പരിപാടി ആ കാര്യത്തിലൊക്കെ അടിപൊളിയാ. അങ്ങനെ ഞങ്ങള് ഇങ്ങനെ നടന്നു വന്നപ്പോഴത്തേക്കിന് ഇവിടെ കുറേ ഫുഡ് കോർട്ടുകളുണ്ട്. അപ്പോൾ ഇവിടെ ഒരു മെക്സിക്കൻ ഫുഡ് കോർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ഞങ്ങള് ശ്വേത ഹാസ് ഗോട്ട് വെജിറ്റേറിയൻ ബൊറീറ്റോ ബൗൾ. അവിടെ എന്തോ ഡാൻസ് പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്, അല്ലേ? ലേഡീസ് ഡാൻസിൻ്റെ ഒക്കെ പറഞ്ഞുകൊണ്ട് കുറേ പെണ്ണുകൾ കുറേ നേരം അവിടെ ഡാൻസ് കളിക്കുന്നുണ്ട്. ഋഷി എവിടെയെന്ന് ഒരു ഐഡിയ ഇല്ല. അവനിങ്ങനെ ഓടിച്ചാടി നടക്കുകയാണ്. എവിടെയോ പോയി. ഞങ്ങളുടെ കണ്ണൊക്കെ തെട്ടിച്ച് ഇപ്പോൾ ഓട്ടമാണ്. ഞങ്ങളുടെ കൺമുമ്പിലേ ഇല്ല, ഇപ്പോൾ എവിടെയോ പോയി. അതിനിടയ്ക്ക് കുറച്ച് ആൾക്കാർ ഇങ്ങനെ നടന്നു പോകുന്നവരുണ്ടാവും. വേറെ ഒരാൾ പോകുന്ന കണ്ടില്ലേ? ഇതുപോലെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ ഇവിടെ ഫോട്ടോ എടുക്കാനും മറ്റൊക്കെ ആയിട്ട്. ആ, ഒറാങ്കുട്ടൻ്റെ തൊപ്പി എടുത്താവാൻ പറ്റൂ. അവിടെ വെക്ക്. കീപ് ഇറ്റ് ബാക്ക്. ഗുഡ് ബൈ. ശ്വേത അയാളെ സോപ്പിട്ടപ്പോഴത്തേക്കിനും അയാൾ നല്ല അടിപൊളിയായിട്ട് എന്തൊക്കെയോ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. യു ലൈക്ക് ഇറ്റ് ഓർ നോട്ട്? ഇഷ്ടപ്പെട്ടോ ഓർ നോട്ട്? നല്ലതാണോ? സ്പൈസി, പക്ഷേ ഈ ചെറുക്കന് കൊടുക്കുന്നോണ്ട് അധികം സ്പൈസി അല്ല. നേപ്പാൾ സേ? ഓക്കെ. കേരള സേ? കേരള. താങ്ക് യു. ഇവിടെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നേ, ഇന്ത്യൻ സ്ട്രീറ്റ് ഫുഡ് എന്ന് പറഞ്ഞുകൊണ്ട് തുളസി. അവിടെ എല്ലാ സാധനങ്ങളൊന്നുമില്ല. ബിരിയാണിയും റൊട്ടിയും നാനും ഇവിടെ കണ്ടിട്ട് റൊട്ടിയും നാനൊക്കെ ഉണ്ടാക്കുന്ന കേട്ടോ. ഇല്ലില്ല, അവൻ അടി കിട്ടട്ടെ. ചൈനീസ് ആൾക്കാരല്ലേ, അവരടിച്ചോട്ടെ, അടി ഉണ്ടാക്കട്ടെ. ഇന്നാ ആ ഹലപ്പിനെ കളയായിരുന്നു, എനിക്ക് വേണം അത്. സമോസ അവന് കഴിക്കാൻ പറ്റത്തൊന്നുമില്ല. ഒന്നും വേണ്ടാന്ന് നീ തിന്നണ്ട. ഞാൻ ചോദിച്ചു, ഒന്നും വേണ്ടാന്ന്. ആരോടെ വഴക്കുണ്ടാക്കിയവൻ? ഇവിടെ സംഭവം കണ്ടോ നോക്കിക്കേ. സൂംബ പോലത്തെ ഒരു പരിപാടിയാണ് നടക്കുന്നത്. കണ്ട എത്ര മൊബൈൽ ക്യാമറകളാണ് ഇവിടെ ഇരിക്കുന്നത് നോക്കൂ. ട്രൈപോഡില് കണ്ടില്ലേ, എല്ലാരും ഇങ്ങനെ വെച്ചിരിക്കുക. അവിടെ സൂംബ ഡാൻസ്, ഇവിടെ ബിരിയാണി. ഋഷിക്ക് വേണ്ടി ബിരിയാണി വാങ്ങിച്ച്. അവരുടെ റെസ്റ്റോറന്റ് 3-4 സ്ഥലത്തുണ്ടെന്നൊക്കെ പറഞ്ഞ് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ശ്വേത കണ്ടായിരുന്നോ? ആ, തമിഴന്മാരാ?
പട്ടി ഗണപതി അറിയോ, കേട്ടിട്ടുണ്ടോ? ഇല്ല. അത് ചെട്ടിനാടിലെ വലിയൊരു ക്ഷേത്രം, ഗണപതി വലിയൊരു ഗണപതി ക്ഷേത്രം. അവർ ചെട്ടിനാടുകാരാണോ? ആ, അവന്മാര് തമിഴന്മാരാണ്. അപ്പം ഞാൻ ചോദിച്ചു, ഞാൻ ആദ്യം ഹിന്ദിയിലാണ് വേണ്ടത്, നിങ്ങൾ എവിടെയാണെന്നാ ചോദിച്ചു. തമിഴ്നാടും. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പോൾ അത് ആദ്യമേ പറയായിരുന്നല്ലോ നിങ്ങൾക്ക്, ഞാൻ ഇത്രയും ഹിന്ദി മിണ്ടണമായിരുന്നു എന്ന് ചോദിച്ചു. കുഴപ്പമില്ലല്ലോ, നിനക്ക് 2 ഭാഷ അറിയാലോ, അതുകൊണ്ട് പ്രശ്നമില്ലല്ലോ. ശ്വേത 2 ഭാഷ കൈകാര്യം ചെയ്യും, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഓക്കെ, സോ ഋഷി ഗോട്ട് ഇസ് ബിരിയാണി. ഹലോ ഗായ്സ്, ഇതെവിടെ ആരോ ഒരാളാണ് ഗൈസ്. ഇത്ര നേരം ഇവിടെ സൂംബ പരിപാടിയായിരുന്നു കേട്ടോ, അതെല്ലാം കഴിഞ്ഞു. ഇപ്പൊ അവിടെ വേറെ കുറച്ച് ആൾക്കാരുണ്ട്. ഇവിടെ ഹോങ്കോങ്ങിൽ ഒത്തിരി വെള്ളക്കാരുണ്ട് കേട്ടോ. ഈ പണ്ട് മുതൽ ഇവിടെ UK-യിൽ നിന്നും യൂറോപ്പിൽ നിന്നും വന്ന ഇവിടെ സെറ്റിൽഡ് ആയിട്ട് ലോങ് ടേം ആയിട്ട് റിസൈഡ് ചെയ്യുന്ന ആൾക്കാർ, പിന്നെ ഈയിടെയായിട്ട് ഫ്രാൻസിൽ നിന്ന് കുറെ ആൾക്കാർ ഇങ്ങോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്ത് മാറിയിട്ടുണ്ട്. ഓസ്ട്രേലിയക്കാര്, ന്യൂസിലൻഡുകാർ, അങ്ങനെ ഒരു വലിയ കമ്മ്യൂണിറ്റി ഇവിടെ ഉണ്ട് ഗൈസ്. അങ്ങനെ ഋഷി ഒറ്റയ്ക്ക് ഒരു ട്രെയിൻ ഓടിക്കാൻ വേണ്ടി പോവാണ്. ഹോങ്കോങ് എക്സ്പ്രസ് ആണ് ഋഷി ഓടിക്കാൻ പോകുന്നത്. ട്രെയിൻ നമ്മൾ എവിടെ കണ്ടാലും നമ്മൾ ചാടി വീഴും. അത് നമ്മുടെ ഒരു എന്താ പറയുക, ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സംഭവമാണ്. ഹോങ്കോങ് എക്സ്പ്രസ് ഓടിക്കാൻ പോകുന്ന ഋഷി. ഓക്കെ, ലോക്കോ ആണ്. ലോക്കോ ഏത് ലോക്കോയാ? സ്റ്റീമാണോ? അയ്യോ, സ്റ്റീം ലോക്കോയാണ്. ഋഷി ഭയങ്കര ഒരു ഒബ്സസ്ഡ് ആണ് ട്രെയിൻ എന്ന് പറയുന്ന സംഭവമായിട്ട്. ടാറ്റാ. കഴിഞ്ഞല്ലോ, ഇറങ്ങി വാ. വാടാ, താങ്ക് യു പറഞ്ഞില്ല. ഇവിടെ വേറൊരു സംഭവമുണ്ട്. ഋഷി ഇത് കയറാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നല്ല പൊക്കത്തിലേക്ക് പോകുന്ന പരിപാടിയാണ്. സോ എങ്ങനെയാ പരിപാടി അറിയത്തില്ല. ലെറ്റ്സ് സീ. ദൈവമേ, ഇതെന്താകുമോ ആവോ. എടാ, ശബ്ദം കേൾക്കും, പേടിക്കണ്ട കേട്ടോ. ശബ്ദം കേൾക്കും, പേടിക്കണ്ടായേ. യു ആർ സേഫ്. ഓക്കെ, അപ്പുറത്ത് വേറെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ശ്വേത, ആശാൻ കോ തോടാ ഡർ ലഗ്താ ഹേ, തോടാ പേടി ഹേ. ഓക്കെ, പെട്ടെന്ന് അടി പൊങ്ങിയത്. ദൈവമേ, എടീ ശ്വേത, അയ്യോടാ, ഇത് ഭയങ്കര സ്പീഡിലൊക്കെ ഇറങ്ങുന്നത്. ദൈവമേ, അവൻ എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ആദ്യമായിട്ടാണ് ഋഷി ചെയ്യുന്നത്. ഇത് നമ്മൾ ഈ വലിയ ആൾക്കാർ ചെയ്യുന്ന പോലെ തന്നെ പെട്ടെന്ന് പൊങ്ങുകയും താഴുകയും ചെയ്യുന്ന പരിപാടിയാണ്. ശ്വേത, ഐ കാൻറ്റ് ഇമാജിൻ. ഹീസ് സ്മൈലിംഗ്, ഹീസ് എൻജോയിങ് ഇറ്റ്. നമ്മുടെ ഈ കുട്ടികൾ നമ്മളെ ഓരോ സംഭവങ്ങളൊക്കെ ആദ്യമായിട്ട് ചെയ്യുന്ന കാണുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരിക്കും. അവർക്കും ആ എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ട് കേട്ടോ. എന്റെ മുന്നേ ചിരിച്ചോണ്ടിരിക്കുക അവിടെ. അതും കൊള്ളാം. നമ്മുടെ പണ്ട് ഓർമ്മയുണ്ടോ? എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നത്. ഞങ്ങളവിടെ പുഷ്പമേളയ്ക്ക് വരുമായിരുന്നു. ഈ അതെ അതെ, ശരിയാ, പണ്ട് ഋഷി ഉണ്ടാവുന്നതിന് മുമ്പ്. ഹലോ, എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയാണോ? കുറച്ച് നേരേ ഉള്ളൂ. ഒന്നും കൂടെ ചെയ്യണോ? വേണ്ട, ഞങ്ങൾക്ക് എല്ലാം ഓരോന്ന് ചെയ്താൽ മതി. അയ്യോ, ഞങ്ങളുടെ മുത്ത് ബ്രേവ് പോയി. ഇതാണ് ഇവിടുത്തെ ഏറ്റവും അഡ്വഞ്ചറായിട്ട് എനിക്ക് തോന്നിയ സാധനം. അതിൻ്റെ മേളിലൊക്കെ ആൾക്കാരിരിപ്പുണ്ട്. ആൾക്കാരിരുന്ന് ഈ ഫാൻ കറങ്ങുന്ന പോലെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് കണ്ടോ? ഭയങ്കര സ്പീഡിൽ കറങ്ങും. അതിപ്പോൾ കഴിഞ്ഞു അതിൻ്റെ പരിപാടി, കണ്ടില്ലേ? ഇവർ പൈസ ഉണ്ടാക്കുന്ന ഇത് വെച്ചിട്ടാണ് കേട്ടോ. ഇതാണ് മെയിൻ പരിപാടി. ബൗളിങ്ങും പരിപാടികളൊക്കെ ആയിട്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു ഗാംബ്ലിംഗ് പോലത്തെ പരിപാടിയല്ലേ. ഈ പാവയെ അതും കാണിച്ചിട്ട് ആൾക്കാരെ പറ്റിക്കുന്ന പരിപാടിയാണ് ബേസിക്കലി ഇത്. എറിഞ്ഞിടണം കേട്ടോ, എറിഞ്ഞിട്ടേ പറ്റുള്ളൂ. ഇതെങ്കിലും ശ്വേത എറിഞ്ഞിടുന്നതായിരിക്കും. അതുകൊണ്ട് ഈ സാധനമാണ് അറിയേണ്ടത്. ഓക്കെ, യെസ്. ടേബിളിൽ വീഴണമെന്ന്, അവിടെ വീഴണമെന്ന്. പോയി. എടാ, അതാരടാ വലിച്ചെറിഞ്ഞ? റിഷ, നീ എന്താടാ വലിച്ചെറിഞ്ഞ? അതും പോയി. ഒരെണ്ണം വീണു. ഇവിടെ കനോയിങ് പരിപാടികളുണ്ട്, കനോയിങ് ചെയ്യാനായിട്ട്. ഓൾ ദി ബെസ്റ്റ്. പോയിട്ടോ. ഒരു റൗണ്ടേ ഉള്ളു കേട്ടാ. കയാക്ക് ചെയ്യാൻ പോവാണ്. കയാക്ക് ഋഷി ഒറ്റയ്ക്ക് കയാക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓൾ ദി ബെസ്റ്റ്. അത് പിന്നെ ഞങ്ങൾ ഒരുമിച്ച് കയാക്ക് ചെയ്തിട്ടുണ്ടല്ലോ. അതെ, അവിടെ ഹിപ്പോ ഒക്കെ ഉണ്ടെന്ന്. ഹിപ്പോ കുട്ടികളെ വെച്ച് എത്ര പൈസ ഉണ്ടാക്കാം ശരിക്കും അല്ലേ? ഇതുപോലെ ഒരു പരിപാടി ഇൻവെസ്റ്റ് ചെയ്ത് ഇറങ്ങി കഴിഞ്ഞാലേ ഭയങ്കര പരിപാടിയാണോ? കുട്ടികൾക്ക് വേണ്ടി പാരന്റ്സ് എത്ര പൈസ സ്പെൻഡ് ചെയ്യും കുട്ടികളുടെ ഹാപ്പിനെസ്സിന് വേണ്ടി. അത് ശരിക്കും യൂട്ടിലൈസ് ചെയ്യാണ് എല്ലാവരും ചെയ്യുന്നത്. അപ്പൊ നല്ല ബിസിനസ് സ്ട്രാറ്റജിയാണ് ആ പരിപാടി.
Hey baby. Hello. Hi Rishi. മൈൻഡ് ചെയ്യുന്നില്ല ഗൈസ് ഞങ്ങളെ. അവിടെ ഗൊറില്ലിനെ ആനേനെ ഒക്കെയാ മൈൻഡ് ചെയ്യുന്നത്. അവരൊക്കെ മതി. അവനിങ്ങനെ ആസ്വദിച്ച് സൈറ്റ് സീയിങ് ഒക്കെ ചെയ്ത് വണ്ടി ഓടിച്ച് സുഖമായിട്ട് ദേ വന്ന് കഴിഞ്ഞില്ല. പൊക്കോ. അങ്ങനെ ഞങ്ങളുടെ ടോക്കൺ എല്ലാം തീർന്നിരിക്കുകയാണ് ഗൈസ്. എന്നുവെച്ചാൽ 57 ടോക്കൺ കിട്ടിയായിരുന്നു. ഒരു ടോക്കണിന് 10 ഹോങ്കോങ് ഡോളർ വിലയുണ്ട് ഇവരുടെ. അപ്പോൾ ഞാൻ ടിക്കറ്റ് എടുത്തപ്പോൾ എനിക്ക് 50 ടോക്കണും പ്ലസ് ഋഷിയുടെ ടിക്കറ്റിന് 7 ടോക്കണും കൂടെ ചേർത്ത് വാങ്ങിച്ച എല്ലാം കൂടെ ഏകദേശം ഒരു 7500-8000 രൂപ ആയി നമുക്ക് ഈ ഒരു സ്ഥലത്ത് സ്പെൻഡ് ചെയ്യാനായിട്ട്. ഇത്രയും നേരം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതിന് വേണ്ടി, ഇൻക്ലൂഡിങ് മറ്റേ നമ്മുടെ ആ ഒരു ഫെറസ് വീൽ ആ സാധനങ്ങളെല്ലാം കൂടെ ചേർത്ത് കേട്ടോ. അതിന് വേറെ ടിക്കറ്റാണ്. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്ത്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു കാര്യത്തിൽ വന്ന എക്സ്പെൻസ്. 2 ടോക്കണും കൂടെ ഉണ്ട്. നീ അതും കൂടെ കളിച്ച് തീർത്തോ? 2 ഉണ്ടോ അതോ 1 ഉള്ളോ? നോക്ക് എത്ര. തീർക്ക. അങ്ങനെ ശ്വേത 2 എണ്ണം കൊള്ളിച്ചിരിക്കുകയാണ്. 2 പ്രൈസ് ഇല്ല. അയ്യോടാ സാരമില്ല പോട്ടെ. ഒന്നുമില്ല ചേച്ചി, ഒന്നുമില്ലല്ലേ. സാരമില്ല പോട്ടെ. അതാണ് ത്രില്ല്. എന്തായിരുന്നു ത്രില്ല്. വാ. എക്സ്പെങ് എന്നും പറഞ്ഞോണ്ടൊരു ചൈനീസ് വണ്ടി ഉണ്ടോ നോക്കി. എന്തല്ലേ കിടിലൻ വണ്ടി. ഓ മാൻ, ഇത് നമ്മുടെ കിയ കാർണിവലിന്റെ വലിപ്പമുണ്ട് കണ്ടോ. ദിസ് ഈസ് സോ ബിഗ്. ഇത് വലിയ വണ്ടിയായത്, ഭയങ്കര വലിപ്പമുള്ള വണ്ടി. ആ ലോഗോ നമ്മുടെ മഹീന്ദ്രയുടെ ലോഗോയുടെ ഒരു സിമിലാരിറ്റി ഇല്ലേ. പുതിയ മഹീന്ദ്രയുടെ ലോഗോയുടെ ഒരു സിമിലാരിറ്റി ഉണ്ട്. കൊള്ളാവേ. ഇഷ്ടംപോലെ ഫോട്ടോ എടുക്കാനുള്ള സ്പോട്സ് ഉണ്ടായിരുന്നു, കുറേ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു, കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. ചെറുതായി മേളിൽ കയറ്റിയിരുത്തിക്കുക ഫോട്ടോ എടുക്കാം. ബാ. ദേ ഋഷി കുതിരപ്പുറത്തിരുന്ന് എങ്ങോട്ടാ പോകുന്നേ? സിംസാസുയിക്കാണോ? ഹോട്ടലിലേക്കാണോ? ഓക്കെ ടാറ്റാ. ഋഷി കുതിരനെ റൈഡ് ചെയ്ത് ഹോട്ടലിലേക്ക് പോവാം. അങ്ങനെ ഞങ്ങളെല്ലാ പരിപാടിയും കഴിഞ്ഞ് തിരിച്ച് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോഴത്തേക്കിന് നമ്മൾ കയറിയ ആ ഒരു വീല് ഭയങ്കര സംഭവമായിട്ട് അവിടെ നിൽപ്പുണ്ട് ഇപ്പോഴും കണ്ടില്ലേ. ഋഷിക്ക് ഇഷ്ടപ്പെട്ടോ സ്ഥലം? ഋഷിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട എന്താണ്? ജമ്പിങ് ആണല്ലേ ഇഷ്ടപ്പെട്ടത്. ഓക്കെ, അപ്പ ഋഷിയും കൂടെ ജമ്പ് ചെയ്തതോ ആണോ? അപ്പൊ ടാറ്റ പറഞ്ഞോ. പാർക്കിൽ കാർണിവലിനോട് ടാറ്റ പറ. സീ യു ലേറ്റർ പറഞ്ഞോ. പോവാം ഹോട്ടലിലേക്ക്. ഇനി വേറൊന്നും വേണ്ടല്ലോ. കഴിഞ്ഞില്ലേ? ഇത് കഴിഞ്ഞില്ല ഗൈസ്, ഇത് കഴിയൂല. ഇനി എല്ലാം കഴിഞ്ഞപ്പോൾ ഈ കാറ് കാണാം. ഇതല്ലേ വീട്ടിലിരിക്കുന്ന കാറ്. വീട്ടിലുള്ള കാർ ഓടിക്കാറില്ല. ഞങ്ങളങ്ങനെ തിരിച്ച് ഹോട്ടലിൽ പോകാനായിട്ട് എന്തിൽ കയറി? ബോട്ടിൽ കയറി. എല്ലാവരുടെ എനർജിയൊക്കെ തീർന്ന്, ശ്വേതയുടെ എനർജി ഫിനിഷ്, ഇവയാളുടെ എനർജി ഫിനിഷ്, എനർജി ലോസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ തിരിച്ച് റൂമിൽ പോവാണ് അല്ലേ. നാളെ എന്താ പരിപാടി? നാളത്തെ പരിപാടി പ്ലാൻ ചെയ്യണം ഗൈസ്. അപ്പോൾ സീ ഗൈസ് ടുമോറോ വിത്ത് അനദർ വീഡിയോ. ഇന്നത്തെ കാർണിവൽ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.